ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മെത്രാന്മാര് പേടിച്ചത് എന്തുകൊണ്ട്? അപ്പസ്തോലിക് സിഞ്ഞത്തോറിയെ സമീപിക്കുമെന്ന് അറിഞ്ഞപ്പോൾ സ്പെഷ്യൽ ട്രിബ്യൂണലിനെ, സഭാകോടതിയെ മരവിപ്പിച്ച ആ നടപടി മൂലക്കാട്ട് പിതാവ് പിൻവലിച്ചത് എന്തുകൊണ്ട്? സ്പെഷ്യൽ സഭാകോടതിയുടെ ജഡ്ജിയായ പാമ്പാറയച്ചൻ സുപ്പീരിയർ ട്രിബ്യൂണലിന്റെ ജനറൽ മോഡറേറ്ററായ മൂലക്കാട്ട് പിതാവിന്റെ നടപടിയെ, സ്പെഷ്യൽ ട്രിബ്യൂണലിനെ മരവിപ്പിച്ച നടപടിയെ എതിർത്തുകൊണ്ടും അതിനുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ടും നൽകിയ മറുപടി, ആ മറുപടിയിൽ ഇങ്ങനെ എഴുതിയിരുന്നു: സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ പ്രിസൈഡിംഗ് ജഡ്ജി എന്ന നിലയിൽ CCEO 999(1) പ്രകാരം എതിർപ്പിന്റെ ഹർജി ഇതിനാൽ ഞാൻ സമർപ്പിക്കുന്നു. ഈ സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ പ്രവർത്തനം അനിശ്ചിത കാലത്തേക്ക് നിർത്തിവെച്ച ഉത്തരവ് പിൻവലിക്കാൻ അഭിമന്യ പിതാവിനോട് അപേക്ഷിക്കുന്നു. ഈ പ്രതിഷേധക്കുറിപ്പ് സ്വീകരിച്ചില്ലെങ്കിൽ CCEO 1000/1001 പ്രകാരം കത്തോലിക്ക സഭയുടെ സുപ്രീം ട്രിബ്യൂണലായ സിഞ്ഞത്തൂറ അപ്പസ്തോലിക്കയെ സമീപിക്കുന്നതിനുള്ള ഹൈറാർക്കിക്കൽ മാർഗം നോക്കേണ്ടതുണ്ട് എന്നതിനാൽ താഴെ പറയുന്ന പ്രതിഷേധം ഞാൻ രേഖാമൂലം അറിയിക്കുന്നു. ഇതാണ് സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ സഭാകോടതിയുടെ പ്രിസൈഡിംഗ് ജഡ്ജിയായ പാമ്പാറയച്ചൻ മൂലക്കാട്ട് പിതാവിന് കൊടുത്ത പ്രതിഷേധക്കുറിപ്പിലുള്ളത്. ഇത് കേട്ടപാടെയാണ്, അല്ലെങ്കിൽ കണ്ടപാടെയാണ് ഈ സ്പെഷ്യൽ ട്രിബ്യൂണലിനെ മരവിപ്പിക്കാനുള്ള തീരുമാനം മൂലക്കാട്ട് പിതാവ് പിൻവലിച്ചത്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ്? CCEO 1000/1001. CCEO എന്ന് പറഞ്ഞാൽ പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനൻ ലോ. അതില് 1000/1001 പ്രകാരം കത്തോലിക്ക സഭയുടെ സുപ്രീം കോടതിയായ, പരമോന്നത കോടതിയായ സിഞ്ഞത്തൂറ അപ്പസ്തോലിക്കയെ സമീപിക്കും ഞാൻ. അതാണ് പാമ്പാറച്ചൻ പറഞ്ഞത്. അപ്പൊ മെത്രാന്മാരൊന്ന് പേടിച്ചു. മൂലക്കാട്ട് പിതാവിലൂടെ ഇല്ലേ കൽപ്പനയിട്ട ആ ആരൊക്കെയാണോ മെത്രാന്മാര്, അവരൊന്ന് പേടിച്ചു. ആ മരവിപ്പിക്കല് പിൻവലിച്ചു. അപ്പൊ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു ഈ 3 കോടതികള്, റോമായിലെ 3 കോടതികള് നമുക്കത് പെട്ടെന്നൊന്ന് പരിചയപ്പെടാം. വളരെ വിശദാംശങ്ങളൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. വത്തിക്കാനില് 3 കോടതികളാണുള്ളത്. ഒന്ന് അപ്പസ്തോലിക് പെനിറ്റൻഷ്യറി എന്ന് പറയും. അപ്പസ്തോലിക് പെനിറ്റൻഷ്യറി, അതിനെ കരുണയുടെ കോടതി എന്നാണ് സാധാരണ വിശേഷിപ്പിക്കുക. പാപങ്ങളുടെ മോചനത്തിന് ഊന്നൽ കൊടുക്കുന്ന ഒരു കോടതി ആയതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. സഭാഭ്രഷ്ട്, കൂദാശ വിലക്ക് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കോടതി കൈകാര്യം ചെയ്യുന്നത്. സഭാഭ്രഷ്ട് പിൻവലിച്ച ആളുകളെ സഭയിലേക്ക് സ്വീകരിക്കാൻ, കൂദാശ വിലക്കുള്ളവരെ വിലക്കെടുത്ത് മാറ്റാൻ, അങ്ങനെ സംഗതികളൊക്കെ ചെയ്യുന്നു. അതായത് കുംഭസാര രഹസ്യം, അതൊക്കെയുമായിട്ട് ബന്ധപ്പെട്ട കൂദാശകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ദണ്ഡവിമോചനവും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ അപ്പസ്തോലിക് പെനിറ്റൻഷ്യറി എന്ന് പറയുന്ന കോടതിയാണ്, കരുണയുടെ കോടതി. രണ്ടാമത്തത് റോമൻ റോട്ട. റോട്ട എന്ന് പറഞ്ഞാല് വട്ടത്തിലിരിക്കുക, ചക്രം എന്നാണ് ഇതിനർത്ഥം. ചക്രം പോലെ വട്ടത്തിലിരിക്കുക. ജഡ്ജിമാര് വട്ടത്തിലിരുന്നിട്ടാണ് കേസ് കേൾക്കുക. അതുകൊണ്ടാണ് റോമൻ റോട്ട എന്നതിനെ പറയുന്നത്. അത് വിവാഹവും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതിയാണ്. ഇപ്പൊ നമ്മുടെ രൂപത കോടതിയുണ്ട്, അതിലൊരു സെക്കൻഡ് ഇൻസ്റ്റൻസ് അതിരൂപതയിലെ കോടതിയുണ്ട്. അത് കഴിഞ്ഞാല് 3ാമത്തെ കോടതി എന്ന് പറയുന്നത് റോമിലെ ഈ റോമൻ റോട്ടയാണ്. വിവാഹമോചനവുമായിട്ട് ബന്ധപ്പെട്ട കേസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന അവിടെയാണ്. 3ാമത്തതാണ് ഈ അപ്പസ്തോലിക് സിഞ്ഞത്തൂറ, അല്ലെങ്കിൽ സിഞ്ഞത്തൂറ അപ്പസ്തോലിക്ക എന്നും പറയും. അപ്പസ്തോലിക് സിഞ്ഞത്തൂറ കത്തോലിക്ക സഭയുടെ സുപ്രീം കോടതിയാണത്, പരമോന്നത കോടതി, അന്തിമ കോടതി. ഈ ഒരു സുപ്രീം കോടതി ഒരു വധശിക്ഷ വിധിച്ചാലും രാഷ്ട്രപതിക്ക് ദയാഹർജി കൊടുത്ത്, ഒരുപക്ഷെ രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ ദയാഹർജി സ്വീകരിച്ച് വധശിക്ഷയിൽ ഇളവ് കൊടുക്കാം. ഇതുപോലെ ഈ അപ്പസ്തോലിക് സിഞ്ഞത്തൂറ അന്തിമ തീർപ്പ് കൽപ്പിച്ചാലും ഈ കത്തോലിക്ക സഭയുടെ തലവൻ എന്ന നിലയിൽ മാർപ്പാപ്പയ്ക്ക് അതിൽ ഇടപെടാൻ പറ്റും. ഈ ദയാഹർജി സ്വീകരിച്ച് ഒരു ഇളവ് കൊടുക്കുന്ന രാഷ്ട്രപതിയുടെ തീരുമാനം പോലെ മാർപ്പാപ്പയ്ക്ക് വേണമെങ്കിൽ ഈ അപ്പസ്തോലിക് സിഞ്ഞത്തൂറിന്റെ തീരുമാനത്തിൽ ഭേദഗതി വരുത്താം. പക്ഷെ അത് വളരെ റയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഈ അപ്പസ്തോലിക് സിഞ്ഞത്തൂറയ്ക്കാണ്
പാമ്പാറയച്ചൻ ഞാൻ പരാതി കൊടുക്കും, ഇന്ന കാനല പ്രകാരം കൊടുക്കുമെന്ന് പറഞ്ഞത് സ്പെഷ്യൽ കോടതിയെ, പാമ്പാറയച്ചൻ പ്രിസൈഡിംഗ് ജഡ്ജിയായിട്ടുള്ള സ്പെഷ്യൽ കോടതിയെ ഒരു കാരണവും കൂടാതെ ഈ കോടതി കേൾക്കാതെ തന്നെ പാമ്പ്ളാനി പിതാവിന്റെ പരാതി കിട്ടി ഈ ജനറൽ മോഡറേറ്റർക്ക്. അപ്പോൾ ബന്ധപ്പെട്ട കക്ഷികളെ കാര്യങ്ങൾ അറിയിച്ച് ഇന്നതാണ് പരാതി എന്ന് പറഞ്ഞ് അവരതിന്റെ മറുപടി കൊടുത്ത് അവരെ കേട്ട് അങ്ങനെയൊക്കെയാണ് വേണ്ടത്. അതിന് പകരം ഒരു ഏകപക്ഷീയമായിട്ട് പാമ്പ്ളാനി പിതാവിന്റെ പരാതി കേട്ടപാടെ ഈ കോടതിയെ തന്നെ മരവിപ്പിക്കാനായിട്ടാണ് മൂലക്കാട്ട് പിതാവ് തീരുമാനിച്ചത്. അപ്പോഴാണ് പാമ്പാറച്ചൻ പറഞ്ഞ മുകളിലേക്ക് പോകും, വത്തിക്കാനിലേക്ക് പോകുമെന്ന് പറഞ്ഞത്. ഇനി എന്താണ് സംഭവിക്കുക? ഇപ്പൊ മെത്രാൻ സിനഡ് നടക്കുന്നു, ഇനി എന്താണ് സംഭവിക്കുക? അതൊക്കെ മെത്രാന്മാർ തീരുമാനിക്കട്ടെ. ഞാൻ അതിന്റെ ഒരു ദൂരവ്യാപകമായ ചില അനന്തര ഫലങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പായി ഇരിക്കുകയും അദ്ദേഹത്തിന് വികാരി മെത്രാപ്പോലത്തെ പാമ്പ്ളാനി പിതാവ് ആയിരിക്കുകയും പിന്നെ പാമ്പ്ളാനി പിതാവ് അല്ലാതെയും ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിന് വേറെയുണ്ട്, അതിലെല്ലാം തുടരുകയും ചെയ്യുന്നെങ്കിൽ ഈ സീറോ മലബാർ സഭയുടെ അധികാരം മുഴുവൻ ഏതാണ്ട് ഇവർ രണ്ടുപേരും കൈയാളുന്ന ഒരു അവസ്ഥയുണ്ട്. അവര് ധാർമ്മികതയ്ക്കോ നീതിന്യായത്തിനോ സഭയുടെ നിയമസംഹിതയ്ക്കോ ഒന്നും പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടും പെട്ടെന്നൊരു നടപടിയെടുത്ത് സഭയുടെ മുഖഛായ നന്നാക്കണമെന്ന് ആഗ്രഹിക്കാത്തത് കൊണ്ടും ഈ കാര്യങ്ങളിൽ പെട്ടെന്നൊരു നടപടി ഉണ്ടാകുമെന്ന കാര്യം സംശയമാണ്. ചിലപ്പം മാറ്റം വരാം, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇതുവരെ കണ്ടുവരുന്ന സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ അങ്ങനെ ഒരു സാധ്യത വളരെ കുറവാണ്. അതായത് നീതിക്കും ന്യായത്തിനും ധർമ്മത്തിനും ധാർമ്മികതയ്ക്കും നിയമസംഹിതയ്ക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു അന്തരീക്ഷമല്ല ഇപ്പൊ സീറോ മലബാർ സഭയിൽ നിലനിൽക്കുന്നത്. അതിപ്പോ ഇവര് തലപ്പത്ത് ഇരിക്കുന്നിടത്തോളം കാലം അത് മാറാൻ അത്ര എളുപ്പമല്ല. സ്വാഭാവികമായിട്ടും വരും വത്തിക്കാന്റെ ഇടപെടൽ ഉണ്ടാകില്ലേ? മാണിപ്പറമ്പിൽ തന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു വത്തിക്കാൻ ഇടപെടും. ഞാൻ വത്തിക്കാൻ ഇടപെടും എന്ന് പറയുന്നത് ആ ഇടപെടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ആ ഘട്ടത്തിലാണ് ഞാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് ഞാനത് പറയുന്നത്. ഇടപെടെന്ന് പറഞ്ഞാൽ അതിന്റെ ഡോക്യുമെന്റ്സ് പഠിക്കുന്നു, മാർപ്പാപ്പയുടെ മുമ്പിൽ ഡോക്യുമെന്റ് എത്തുന്നു, പൗരത്വ സംഘത്തിൽ ഡോക്യുമെന്റ് എത്തുന്നു. ഇതൊക്കെയാണ് ഞാൻ ഇടപെടൽ എന്ന് പറയണേ. അതായത് വത്തിക്കാൻ അതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇടപെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഉടനെ തന്നെ തട്ടിൽ പിതാവിന് മാറ്റും, പാമ്പ്ളാനി പിതാവിന് മാറ്റും, അല്ലെങ്കിൽ സിനഡിനോട് അങ്ങനെ സിനഡിന് പിരിച്ചുവിടും, അതൊന്നുമല്ല ഞാൻ ഇടപെടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് വത്തിക്കാൻ ഇതിന്റെ ഫയലുകൾ പഠിക്കുന്നു, അല്ലെങ്കിൽ വത്തിക്കാൻ മുമ്പിൽ ഫയലുകൾ എത്തിയിട്ടുണ്ട്, മാർപ്പാപ്പ ഫയലുകൾ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പൗരത്വ തിരുസംഘം ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വത്തിക്കാനിൽ നടക്കുന്ന ചില മൂവ്മെന്റ്സിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. അല്ലാതെ കാടടച്ച് വെടിവെക്കുന്നതോ മാണിപ്പറമ്പളിന്റെ ഭാവനയൊന്നുമല്ല. അതേസമയം അങ്ങനെ അവര് അവിടെ നിന്നുള്ള മൂവ്മെന്റ് ഒക്കെ വരുമ്പോൾ സാധാരണഗതിയിൽ അറിയുന്ന എവിടെയാണ്? മൗണ്ട് തോമസിലേക്കാണ് അതിന്റെ അറിയിപ്പുകൾ വരിക. വത്തിക്കാനിലേക്ക് ഇവർ കൊടുക്കുന്ന മറുപടികളുണ്ട്. ആ മറുപടികൾ ഇലക്കാനുള്ള വെച്ചിട്ടും ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് പൂർണ്ണ സത്യമല്ല, എന്നാൽ നുണയോ അല്ലാത്ത മട്ടിലുള്ള ചില റിപ്പോർട്ടുകൾ കൊടുക്കുമ്പോൾ ഔദ്യോഗികമായ ചാനലിലൂടെയാണ് അത് കൊടുക്കുന്നത്. മറ്റ് റിപ്പോർട്ടുകളെല്ലാം പലരും കൊണ്ട് കൊടുക്കുന്നതെല്ലാം ഔദ്യോഗികമല്ല. സ്വാഭാവികമായിട്ടും വത്തിക്കാൻ രണ്ടു വശം, അതായത് അവരുടെ മുമ്പിൽ വന്നിരിക്കുന്ന പരാതികൾ പരിശോധിക്കുമ്പോൾ ഈ മൗണ്ട് തോമസ് എന്നുള്ള റിപ്പോർട്ടുകളും പരിശോധിക്കും. അതെല്ലാം കാലതാമസം എടുക്കും. കാരണം ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ 140 കോടി കത്തോലിക്കരുടെ മാത്രം തലവനല്ല മാർപ്പാപ്പ. ഈ ലോകത്ത് 700 കോടി ഉണ്ടെങ്കിൽ അവരുടെ മുഴുവൻ തലവനാണ്. ഹിന്ദുക്കളുടെ മുസ്ലിംസിന്റെ ഒക്കെ ഏതർത്ഥത്തില് എല്ലാ രാജ്യങ്ങളിലെ തലവന്മാരും മാർപ്പാപ്പയുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ശക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ്, ആ സ്വാധീനം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്വരം കേൾക്കാനും അദ്ദേഹവുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനും എല്ലാവരും ആഗ്രഹിക്കും. അതേസമയം ഈ 108 ഏക്കർ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് അതിന്റെ രാജാവ് മാത്രമല്ല ഈ പറഞ്ഞ മാർപ്പാപ്പ. ഇപ്പം ലോകത്തെ ശക്തനായ ഭരണാധികാരി എന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും മാർപ്പാപ്പയൊന്ന് കാണാൻ ആഗ്രഹിച്ചാൽ മാർപ്പാപ്പ അനുവാദം കൊടുത്താലേ കാണാൻ പറ്റുള്ളൂ. ഡൊണാൾഡ് ട്രംപ് ഞാൻ നാളെ മാർപ്പാപ്പയെ കാണുമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അതായത് ഞാനാണ് ലോക രാജാവെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുകൊണ്ടൊന്നും അതൊന്നും മാർപ്പാപ്പയുടെ മുമ്പിൽ വില പോകില്ല. ആ സ്ഥാനത്തിന് അങ്ങനെ ഒരു മഹത്വമുണ്ട്. അതുകൊണ്ട് മാർപ്പാപ്പ തന്നെ തീരുമാനിച്ചാലേ കാണാനല്ലേ നടക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിച്ചാലേ മാർപ്പാപ്പയ്ക്ക് കാണാൻ ആയിരിക്കാം. അപ്പോൾ ലോക സാമ്രാട്ട് എന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞത്. മാർപ്പാപ്പ ചെറിയൊരു രാജ്യത്തിന്റെ തലവനാണെങ്കിലും അദ്ദേഹത്തിന്റെ സ്വാധീനവും ശക്തിയും എന്ന് പറയുന്നത്
ഈ ഡൊണാൾഡ് ട്രംപിനെ പോലെ തന്നെ ശക്തിയോ അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തിയുള്ള ആളാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിനാൽ ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന ഒരു കത്തോലിക്ക സഭയില് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു പ്രശ്നം അത് മാത്രം ഇങ്ങനെ എടുത്ത് അങ്ങനെയൊന്ന് എളുപ്പമല്ല. നമ്മൾ വിചാരിക്കുന്നത് സാമൂഹിക വിപ്ലവത്തിന്റെ കാലമല്ലേ, എല്ലാ കാര്യങ്ങളും വിരൽത്തുമ്പിൽ കിട്ടുന്നതല്ലേ, അങ്ങനെ ഈ യൂട്യൂബുകൾ നോക്കിയിട്ട് തീരുമാനമെടുക്കാനാണ് വത്തിക്കാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ വത്തിക്കാൻ ഇടപെടുന്നതിന് കാലതാമസം എടുക്കും. അത് സ്വാഭാവികമാണ്. അതൊന്നും അല്ല നമ്മൾ അങ്ങനെ വത്തിക്കാൻ ഇടപെടും ഇപ്പൊ സിനഡ് പിരിച്ചുവിടും എന്നൊക്കെ ആളുകൾ പറഞ്ഞു നടക്കുന്നത് വിവരക്കുറവ് കൊണ്ടാണ്, വിവരക്കേടാണത്. അപ്പൊ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അതേസമയം ഇതെല്ലാം ചരിത്ര രേഖകളായിട്ട് മാറുകയാണ്. വത്തിക്കാന്റെ ആർക്കൈവ്സിലും രേഖാലയത്തിലും നമ്മുടെ രേഖാലയത്തിലും പിന്നെ ഈ ചരിത്രം എത്രയോ പേര് വ്യക്തികള് സീറോ മലബാർ സഭയിൽപ്പെട്ടവരും അല്ലാത്തവരും വ്യക്തികൾ എത്രയോ പേരാണ് ഗവേഷണങ്ങൾക്ക് ഇറങ്ങിയിരിക്കുന്നത്, എത്രയോ പേരാണ് ചരിത്രം എഴുതി വെക്കുന്നത്. അവിടെയെല്ലാം ഇതെല്ലാം ചരിത്രമായിട്ട് തന്നെ എഴുതപ്പെടും. ഞാനിപ്പോ കാര്യങ്ങൾ പണ്ട് ഞാൻ എഴുതി വെക്കാതെയാണ് സംസാരിച്ചിരുന്നത്. ഇപ്പൊ ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടാണ് ഇതെല്ലാം പുസ്തകമാക്കും പിന്നീട്, ആയുസും ആരോഗ്യമൊക്കെ കർത്താവ് തരികയാണെങ്കിൽ. അപ്പൊ നമ്മുടെ സഭ കടന്നുപോയ ഇരുണ്ട നാളുകളെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുകയാണ്. അതാണ് സംഭവിക്കുന്ന ഒരു അനന്തര ഫലം. ഒന്ന്. രണ്ടാമത്തെ സംഗതി, ഈ സഭയുടെ കൂടെ നിൽക്കുന്നു, അതായത് ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടിയും സീറോ മലബാർ സഭയുടെ തനത് പാരമ്പര്യങ്ങൾക്ക് വേണ്ടിയും അതിന് തനത് ദൈവശാസ്ത്രത്തിന് വേണ്ടിയൊക്കെ നിൽക്കുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ തൽക്കാലം എറണാകുളത്തെ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള അങ്ങനെ മാത്രമല്ല, ശരിക്കും സീറോ മലബാർ സഭയോട് കൂറും സ്നേഹമുള്ള ആളുകളുണ്ടെങ്കിൽ, അവരെന്റെ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ മുമ്പ് 2 പ്രാവശ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഈ എഫേസസ് ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 11 മുതൽ 17 വരെ, കർത്താവിലും അവന്റെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. പിശാചിന്റെ കുടില തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവ്വ ആയുധങ്ങളും ധരിച്ചുകൊള്ളുവിൻ. എന്നാൽ നമുക്കുള്ള പോരാട്ടം ജഡരക്തങ്ങളോടല്ല. ജഡരക്തം എന്ന് വെച്ചാൽ മാനുഷിക ഘടകം. ജഡരക്തങ്ങൾ എന്ന് പറഞ്ഞാൽ മാനുഷിക ഘടകം. ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതിനാൽ നിങ്ങൾ ദുർദിവസത്തിൽ ബാഡ് ഡേയ്സ്, അതാണ് ഇപ്പൊ നമ്മൾ നടന്നു പോകുന്നത്, ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കാനും സകലവും നിറവേറ്റുന്നത് വരെ ഉറച്ചു നിൽക്കാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവും എടുത്തുകൊള്ളുവിൻ. എന്തൊക്കെയാണ് ആയുധങ്ങള്? സത്യം കൊണ്ട് അരമുറുക്കുക, നീതി എന്ന കവചം ധരിക്കുക, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുക, സർവോപരി ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തിക്കളയുന്നതിന് നിങ്ങളെ ശക്തനാക്കുന്ന വിശ്വാസം എന്ന പരിചയം എടുത്തുകൊള്ളുക. എന്നിട്ട് ഉറച്ചു നിൽക്കുക. രക്ഷ എന്ന പടത്തൊപ്പിയും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. ആത്മാവിന്റെ വാള്, ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്. ആത്മാവിന്റെ വാള് എന്ന സീരീസിൽ ഞാൻ ഒരു 5 വോളിയം തന്നെ ഇറക്കിയിട്ടുണ്ട്. 5 വോളിയം ആത്മാവിന്റെ വാള് വചനം എന്ന് പറഞ്ഞ. അപ്പോൾ ഈ ആത്മാവിന്റെ വാളെന്ന ദൈവവചനം, അതാണ് ഇപ്പൊ ഞാൻ എടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ കാണുന്ന ഇല്ലേ ചില മെത്രാന്മാരോടല്ല നമ്മുടെ യുദ്ധം. അവരിലൂടെ വർക്ക് ചെയ്യുന്ന, അവരിലൂടെ പ്രവർത്തിക്കുന്ന ഈ ദുഷ്ടാത്മ സേന, അന്ധകാരത്തിന്റെ ലോകാധിപതി, അത് അവരിലൂടെയും പ്രവർത്തിക്കുന്നു. ദുർദിവസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പോരാട്ടം തുടരുകയാണ്. ഇത് ഏകീകൃത കുർബാന കിട്ടിയാൽ ഞങ്ങൾ ഈ സംഘടന പിരിച്ചുവിടും എന്നെല്ലാം പറയുന്നവർക്ക് എന്താണ് യുദ്ധമെന്നോ എന്താണ് പോരാട്ടമെന്നോ അറിഞ്ഞുകൂടാ. ഇങ്ങനൊരു പോരാട്ടത്തിന് വേണ്ട ആയുധങ്ങളൊക്കെ വേണമെന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്. ഇത് ബൈബിളിലുള്ളതാണ്. ഞാൻ സമാധാനമാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് കർത്താവ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സമാധാനമല്ല, ഭിന്നത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ കൂടെയുള്ളവരും കർത്താവിന് എതിരുള്ളവരും തമ്മിൽ ഭിന്നതയുണ്ടാകും. അത് ഈ എറണാകുളത്ത് കാണുമ്പോഴത്തെ വിഭാഗീയതയല്ല. എറണാകുളത്ത് നടക്കുന്നത് വിഭാഗീയതയാണ്. അത് രണ്ടും സാത്താന്റെ പണിയാണ്. കർത്താവ് പറഞ്ഞ അങ്ങനെയല്ല. സത്യത്തിന്റെ കൂടെ നിൽക്കുന്നവരും അസത്യത്തിന്റെ കൂടെ നിൽക്കുന്നവരും തമ്മിൽ വിഭാഗീയത ഉണ്ടാകണമെന്നാണ്, ഭിന്നത ഉണ്ടാകണമെന്നാണ്. അങ്ങനെ ഒരു വിഭാഗീയത ഉണ്ടാകും. സത്യത്തിന് വേണ്ടി നിൽക്കുന്നവർ സത്യം ജയിക്കാൻ വേണ്ടി പോരാടും. ആ പോരാടാനുള്ള ആയുധങ്ങളാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. ഈ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നതിന്റെ പേരില് കുരിശിലേറി മരിക്കേണ്ടി വന്ന മിശിഹായിലാണ് നാം വിശ്വസിക്കുന്നത്. സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നതിന്റെ പേരില് കുരിശിലേറി മരിക്കേണ്ടി വന്ന മിശിഹായിലാണ്. സത്യവുമായിട്ടുള്ള ഇല്ലേ, അതാണ് എന്താണ് സത്യം എന്നുള്ള ചോദ്യം, അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഈശോയുടെ ഈ വിചാരണ പോലും നടക്കുന്നത്. പ്രത്യേകിച്ചും യോഹന്നാന്റെ സുവിശേഷത്തില് എന്താണ് സത്യം, അതാണ് ചോദ്യം. അപ്പോ ആ സത്യത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ വന്നതിന്റെ പേരിലാണ് ഈശോ കുരിശിലേറിയത്. അവനിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്.
അന്നത്തെ റോമാ സാമ്രാജ്യത്തിന്റെ സകലവിധ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടും മിശിഹായുടെ സത്യം മറച്ചു വെക്കാനോ മറച്ചു കളയാനോ അവർക്ക് കഴിഞ്ഞോ? മിശിഹ തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ അവനെ കൊന്നത് എന്ന് അന്നത്തെ ഭരണകൂടം പറഞ്ഞു നോക്കിയിരിക്കാം, പ്രചരിപ്പിച്ച് നോക്കിയിരിക്കാം. പക്ഷേ അത് ഫലവത്തായില്ല. മിശിഹായുടെ സത്യം ഇന്നും പുലരുന്നു. അതിനാൽ ഈ കോടതി വിധികളും ആ കോടതിയെ മറികടക്കാനുള്ള സഭയാകുന്ന ഭരണകൂടത്തിന്റെ ഇടപെടലുകളും മൂലം സത്യത്തെ മൂടിവെക്കാമെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ അവര് മൂഢ സ്വർഗത്തിലാണെന്നേ പറയാനുള്ളൂ. മാത്രമല്ല, ഈ ദുർദിവസങ്ങളുടെ കഥകളില് അവര് വില്ലന്മാരുടെ വേഷം കെട്ടുകയാണ്. ഇത് സഭാ ചരിത്രത്തിലും ദൈവശാസ്ത്രത്തിലും ഈ രേഖാലയങ്ങളിലെല്ലാം രേഖപ്പെടുത്തപ്പെടും. അതുകൊണ്ട് നമുക്കെന്ത് കാര്യമെന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാം. ഈ പോരാട്ടം ഞാൻ പറഞ്ഞത് ലോകാവസാനം വരെയുള്ള ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ സത്യത്തിന്റെ കൂടെ നിൽക്കുന്നവർ ആരെന്ന് നമ്മുടെ കാലയളവിൽ സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന ആരാണെന്ന് തെളിയും. അതാണ് നേട്ടം. വത്തിക്കാൻ ഇടപെട്ട് ഇപ്പോഴത്തെ നേതൃത്വം മാറ്റുക എന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ അതല്ല ഞാൻ വിചാരിക്കുന്നത്. മറിച്ച് സത്യത്തിന്റെ കൂടെ കർത്താവിന്റെ കൂടെ നിൽക്കുന്നവർ ആരുണ്ട് ഈ യുഗത്തിൽ, ഈ കാലത്ത്, ഇത് തെളിയുമെന്നാണ് ഞാൻ പറയുന്നത്. അതിന് മറ്റു കാര്യങ്ങളൊക്കെ സംഭവിക്കാതിരിക്കാം. ഈ തരത്തിൽ കുറച്ചുകൂടി വിശാലമായി ദൈവരാജ്യത്തിന്റെ പോരാട്ടത്തെ, സാത്താനെതിരെയുള്ള പോരാട്ടത്തെ, ദൈവരാജ്യത്തിന്റെ പോരാട്ടത്തെ കണ്ടാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. കുറച്ചുകൂടി വിശാലമായി വീക്ഷണം വേണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അതുകൊണ്ട് ഈ രണ്ട് തിരുവചനങ്ങൾ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, രണ്ടും പത്രോസ് പറഞ്ഞതാണ്. സ്ലീഹന്മാർ നടപടി പുസ്തകത്തില് 2-ാമത്തെ അധ്യായത്തില് പെന്തക്കോസ്ത് നാളില് പത്രോസ് പറയാണ്, പുരുഷനായ നസ്രായനായ യേശു ദൈവത്തിന്റെ നിശ്ചിത പദ്ധതിയും മുന്നറിവും അനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു. നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ കുരിശിൽ തറച്ചു കൊന്നു. എന്നാൽ ദൈവം അവനെ മൃത്യുപാശങ്ങൾ അഴിച്ചിട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഈ നമ്മുടെ കയ്യിൽ, നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ക്രിസ്തു, നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ കുരിശിൽ തറച്ചു കൊന്നു. മെത്രാന്മാരെ, നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ക്രിസ്തു, ആ ക്രിസ്തുവിനെ നിങ്ങൾ അധർമ്മികളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും അവരുടെ പിഴച്ച സ്ത്രീകളും അവര് കർത്താവിന് കുരിശിൽ തറച്ചു കൊന്നു. ഇതാണ് ഉദയം പേരൂരും തോട്ടുപുറച്ചന്റെ പ്രസാദഗിരി പള്ളിയിലും ബസലിക്ക പള്ളിയിലും എല്ലാവരും സംഭവിച്ചതാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് സംഭവിച്ചത്. എന്നാൽ ദൈവം അവനെ മൃത്യുപാശങ്ങൾ അഴിച്ചിട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഞങ്ങൾ ഈ തിരുവചനത്തിൽ വിശ്വസിക്കുന്നു. 2, സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 3-ാമത്തെ അധ്യായത്തിലാണ് ആ തിരുവചനം ഉള്ളത്. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം, തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. നിങ്ങൾ അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയക്കാൻ വിധിച്ച പീലാത്തോസിന് മുമ്പിൽ വെച്ച് നിങ്ങൾ അവനെ തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായ അവനെ നിങ്ങൾ നിരാകരിച്ച് പകരം ഒരു കൊലപാതകയെ വിട്ടുതരണമെന്ന് അപേക്ഷിച്ചു. ജീവന്റെ നായകനെ നിങ്ങൾ കൊന്നുകളഞ്ഞു. എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. പരിശുദ്ധനും നീതിമാനുമായ ക്രിസ്തുവിനെ നിങ്ങൾ നിരാകരിച്ച് പകരം ഒരു കൊലപാതകയെ വിട്ടുതരണമെന്ന് അപേക്ഷിച്ചു. ഇതാണ് ഈ അൽമായ സിനഡെന്നൊക്കെ പറഞ്ഞ് നടത്തിയ സംഗതിയില്ലേ? വാസ്തവത്തിൽ അതാണ് ചെയ്തത്. ക്രിസ്തുവിനെ നിരാകരിച്ചിട്ട് ഒരു കൊലപാതകിയെ നിങ്ങൾ തെരഞ്ഞെടുത്തു. അതാണ് ഈ അൽമായ സിനഡ്, അല്ലെങ്കിൽ അതിന് നേതൃത്വം വഹിച്ചവര്. കർത്താവിനെ നിരാകരിച്ചിട്ട്, കർത്താവിന്റെ സഭയെ നിരാകരിച്ചിട്ട് കൊലപാതകിയെ വിട്ടുതരണമെന്ന് പറഞ്ഞു. അത് സംഘടിത ശക്തിയായിരുന്നു. ബറാബാസിനെ വിട്ടയക്കുക, കർത്താവിനെ ക്രൂശിക്കുക. ഈ സംഘടിത ശക്തി ഒറ്റക്കെട്ടായിരുന്നു. കർത്താവിന്റെ എതിരാളികൾ ഒറ്റക്കെട്ടായിരുന്നു. വിമത വൈദികരും അൽമായ മുന്നേറ്റ ഗുണ്ടകളും ഒറ്റക്കെട്ടായിട്ട് ബറാബാസിനെ വിട്ടുതരിക എന്ന് പറഞ്ഞു. അവരങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അതുകൊണ്ടാണ് അവർ കൂട്ടായ്മയുടെ കരുത്ത്, ഒറ്റക്കെട്ടിന്റെ കരുത്ത് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ബറാബാസിനെ വിട്ടുതരിക എന്ന് പറഞ്ഞു. എന്നിട്ട് ജീവന്റെ നായകനെ മെത്രാന്മാര് വിട്ടുകൊടുത്തു. അവനെ കൊന്നുകളഞ്ഞു. എന്നാൽ ദൈവം മരിച്ചവരിനെ അവനെ ഉയർപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. ഈ തിരുവചനമാണ്. ഈ മെത്രാൻ സിനഡിന്റെ ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടാവുമല്ലോ, മെത്രാന്മാരൊന്നും കേട്ടാൽ കൊള്ളാം. ഈ പറഞ്ഞ സംഗതികള് നിങ്ങളുടെ ഞാനൊരു പൊറോട്ട നാടകം എന്ന് പറഞ്ഞിട്ട് ചില സംഗതികൾ അവതരിപ്പിച്ചിരുന്നു. നിങ്ങൾ കണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സമയം കിട്ടിയ ഇതൊക്കെ ഒന്ന് കേൾക്കണം. ഈ പത്രം വായിക്കുന്ന കൂട്ടത്തില്, മറ്റുള്ളവരുടെ വാർത്തകളൊക്കെ വായിക്കുന്ന കൂട്ടത്തിൽ ഈ വക കാര്യങ്ങളും സഭയുടെ കാര്യങ്ങളും കേട്ടിട്ട് നിങ്ങൾക്ക് അതിലൊക്കെ സത്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ചില നടപടികൾ, നിങ്ങളാണ് നടപടികൾ എടുക്കേണ്ടവര്. നടപടികൾ എടുത്താൽ ദൈവത്തിന് മുമ്പിലും സഭയുടെ മുമ്പിലും നിങ്ങൾ വീരന്മാരാകും.
ഇല്ലെങ്കിൽ നിങ്ങൾ വില്ലന്മാരാകും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. യോഗ്യതയുള്ള മെത്രാന്മാർക്കേ ലിറ്റർജി വഴങ്ങും. സീറോ മലബാർ സഭയിൽ യോഗ്യതയുള്ള മെത്രാന്മാരുണ്ടോ എന്ന് ഈ സിനഡ് കഴിയുമ്പോൾ അറിയാം. എക്ലേസിയ ദെ എവ്കരിസ്റ്റിയ എന്ന പേരില് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരു ചാക്രിക ലേഖനം എഴുതിയിട്ടുണ്ട്. 2003 ഏപ്രിൽ 17 അത് പ്രസിദ്ധം ചെയ്തത്. നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് കുരുക്കുറച്ചൻ അത് തർജ്ജമ ചെയ്ത് എറണാകുളത്തെ POCയിൽ നിന്ന് അത് പ്രസാധനം ചെയ്തിട്ടുണ്ട്. കുർബാനയുടെ കൂട്ടായ്മ എന്നാണ് കുരുക്കുറച്ചൻ കൊടുത്തിരിക്കുന്ന ശീർഷകം. കുർബാനയുടെ സഭാത്മകത എന്ന് നമുക്ക് തർജ്ജമ ചെയ്യാം, പക്ഷെ കൂട്ടായ്മ നല്ല തർജ്ജമയാണ്. ഈ കുർബാനയുടെ കൂട്ടായ്മ അത് ഇന്നലെ എനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത, എന്നെ പരിചയമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നു ഈ കുരുക്കുറച്ചന്റെ പരിഭാഷ. അത് ഞാൻ അത് കണ്ടപ്പോഴ് അതില് 51 ഈ ചാക്രിക ലേഖനത്തില് 51, 52 ഖണ്ഡങ്ങള് വളരെ പ്രസക്തമായി തോന്നി. അതുകൊണ്ട് ഞാനത് വായിക്കുകയാണ്. ഈ ചാക്രിക ലേഖനത്തില് കുർബാനയുടെ കൂട്ടായ്മ എന്ന ചാക്രിക ലേഖനത്തില് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയിരിക്കുന്ന കാര്യം: പൗരാണിക ക്രൈസ്തവ പൈതൃകമുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിശുദ്ധ കലയുടെയും ലിറ്റർജിപരമായ ശിക്ഷണത്തിന്റെയും വികാസം ക്രിസ്തുമതം യൗവന ദിശയിലായിരിക്കുന്ന ഭൂഖണ്ഡങ്ങളിലും പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നു. ആരോഗ്യകരവും സമുചിതവുമായ സാംസ്കാരിക അനുരൂപണത്തിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് രണ്ടാം വത്തിക്കാൻ സൂനോദോസ് പിന്താങ്ങിയ സമീപനം ഇത് തന്നെയാണ്. ഇൻകൾച്ചറേഷൻ, സാംസ്കാരിക അനുരൂപണം. അത് ഇൻവെർട്ടകോമയിലാണ് ഇട്ടിരിക്കുന്നത് ചാക്രിക ലേഖനത്തിൽ. ലോകത്തെങ്ങും വിവിധ സംസ്കൃതികളുടെ രൂപങ്ങളാലും ശൈലികളാലും സംവേദകത്വത്താലും മുദ്രിതമാകുമ്പോൾ കുർബാനയാഘോഷത്തിലുണ്ടാകാവുന്ന മഹത്തായ സജീവത്വം എന്റെ അസംഖ്യം അജപാലിക സന്ദർശനങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. 3 പ്രാവശ്യം ചന്ദ്രനിൽ പോയി തിരിച്ചു വന്നാൽ എത്ര ദൂരമുണ്ടോ അത്രത്തോളം സഞ്ചരിച്ചിട്ടുണ്ട്. ഈ അജപാലന സന്ദർശനം നടത്തിയിട്ടുണ്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അപ്പോ ഏഷ്യയിലും ആഫ്രിക്കയിലും അങ്ങനെ എല്ലാ സ്ഥലത്തും പോയപ്പോൾ ഈ കുർബാനയുടെ ഇൻകൾച്ചറേഷൻ, സാംസ്കാരിക അനുരൂപണം, അത് ഞാൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് മാർപ്പാപ്പ പറയുന്നത്. സ്ഥലകാലങ്ങളുടെ മാറിവരുന്ന അവസ്ഥകളോടുള്ള അനുരൂപീകരണം കൊണ്ട് വ്യക്തികൾക്ക് മാത്രമല്ല ജനതകൾക്ക് മുഴുവനായും കുർബാന പോഷണം നൽകുന്നു. ക്രിസ്തുമതത്തിൽ പ്രചോദിതമായ സംസ്കാരങ്ങളെ അത് രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പൊ ഇൻകൾച്ചറേഷനെ കുറിച്ച് അദ്ദേഹം പ്രസാദാത്മകമായിട്ട് പറഞ്ഞിട്ട് ഇനിയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൺട്രിബ്യൂഷൻ. എന്നിരുന്നാലും ഇങ്ങനൊരു സാംസ്കാരിക അനുരൂപണമൊക്കെ ഉണ്ടെങ്കിലും അനുരൂപണത്തിന്റെ സുപ്രധാനമായ ഈ ജോലി അവർണ്ണനീയമായ ഈ രഹസ്യത്തെ സംബന്ധിച്ച നിരന്തര അവബോധത്തോടെ നിർവഹിക്കുക അത്യാവശ്യമാണ്. അനുരൂപണത്തിന്റെ സുപ്രധാനമായ ഈ ജോലി അവർണ്ണനീയമായ ഈ രഹസ്യത്തെ സംബന്ധിച്ച നിരന്തര അവബോധത്തോടെ നിർവഹിക്കുക അത്യാവശ്യമാണ്. ഓരോ തലമുറയും ആ രഹസ്യമനുസരിച്ച് സ്വയം അളന്നു നോക്കേണ്ടതാണ്. യോഗ്യതയുള്ള സഭാധികാരികളുടെ ശ്രദ്ധാപൂർവകമായ പരിശോധന കൂടാതെ നടപ്പാക്കുന്ന പരീക്ഷണങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും രൂപങ്ങൾ കൊണ്ട് ക്ഷയിപ്പിക്കുകയോ അപകടത്തിലാക്കുകയോ ചെയ്യാൻ പാടില്ലാത്ത വിധം സുപ്രധാനവും അമൂല്യവുമാണ് കുർബാന എന്ന നിധി. ഞാൻ ഒന്നുകൂടി വായിക്കട്ടെ. യോഗ്യതയുള്ള സഭാധികാരികളുടെ ശ്രദ്ധാപൂർവകമായ പരിശോധന കൂടാതെ നടപ്പാക്കുന്ന പരീക്ഷണങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും രൂപങ്ങൾ കൊണ്ട് ക്ഷയിപ്പിക്കുകയോ അപകടത്തിലാക്കുകയോ ചെയ്യാൻ പാടില്ലാത്ത വിധം സുപ്രധാനവും അമൂല്യവുമാണ് കുർബാന എന്ന ഈ നിധി. ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. ഇപ്പം നമ്മുടെ പാറക്കാട്ടിൽ പിതാവ് കർദിനാൾ പാറക്കാട്ടില് അദ്ദേഹം ഒരു ഭാരതീയ കുർബാന ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പൊ നമുക്ക് എനിക്കൊന്ന് കാലടിയിലെ സമീക്ഷയിലൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പൊ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് നിലത്തിരുന്ന് സ്വാമിമാരിക്കുന്ന വരി ഇരുന്ന് ഈ സ്വാഹ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരുതരം യജ്ഞത്തിനൊക്കെ ഇരിക്കില്ല, അതുപോലെ ഇരുന്ന് വിവിധ ഖുറാനിൽ നിന്നും രാമായണത്തിൽ നിന്നൊക്കെ വായിച്ച് പിന്നെ ഓം എന്നുള്ള മന്ത്രം ഉച്ചരിച്ച് അങ്ങനെ ക്രിസ്തീയമായ ഘടകങ്ങളെല്ലാം മാറ്റിയിട്ട് എല്ലാം ബ്രാഹ്മണ്യം അല്ലേ, ഹിന്ദുമതത്തിൻ്റെത് പറയാൻ പറ്റില്ല.
ഹിന്ദുമതത്തിൽ തന്നെ ഉയർന്ന ജാതികളായ ബ്രാഹ്മണ്യം അതിൻ്റെത് മാത്രമായിട്ട് മാറ്റുകയായിരുന്നു. അത് സാംസ്കാരിക അനുരൂപണമാണോ? അല്ല. വിശ്വാസം തന്നെ വ്യതിചലിച്ചു പോയി. കുർബാനയിലെ ഖുറാനിലും ചൊല്ലുക, ഈ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കണം എന്ന് പറഞ്ഞ ഖുറാനിൽ നിന്ന്. രാമായണം, അതായത് അവതരിക്കുന്നത് ശത്രുവിനെ കൊല്ലാൻ, കർത്താവ് അവതരിച്ചത് പിതാവെ അവരോട് ക്ഷമിക്കണേ, അവരെന്താ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെന്ന് പറയാൻ, പ്രാർത്ഥിക്കാൻ. രണ്ടും തമ്മിൽ വ്യത്യാസം കണ്ടോ? ദശാവതാരങ്ങളും മനുഷ്യാവതാരം തമ്മിലുള്ള അന്തരം എന്തെന്ന് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1.5 മണിക്കൂറൊക്കെ ദൈർഘ്യമുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ദശാവതാരവും മനുഷ്യാവതാരം തമ്മിൽ പൊരുത്തപ്പെടാൻ പറ്റാത്ത വിധം അന്തരമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. അങ്ങനെ തന്നെയാണ് അതിന്റെ ടൈറ്റില്, ദശാവതാരവും മനുഷ്യാവതാരവും. ആ തമ്പനയിൽ നോക്കിൽ കിട്ടും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ക്രിസ്തീയമല്ലാത്ത അതിന്റെ ആ കുർബാന എന്ന നിധിയെ തന്നെ തകിടം മറിച്ച് കളയുന്ന, ഇല്ലേ, മുത്തുകൾ പന്നികളുടെ മുമ്പിൽ വിതറരുത് എന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മുത്ത് എന്ന് ആദിമസഭ പഠിപ്പിച്ചത് കുർബാനയാണ്. മാപ്പാപ്പിക്കുന്ന നിധി എന്നാണ്. മുത്ത്, നിധി. ഈ നിധിയെ പന്നികളുടെ മുമ്പിലും ഇല്ലെങ്കിൽ ഇട്ടുകൊടുക്കുകയായിരുന്നു. അങ്ങനെ മൊത്തം നമ്മൾ മറ്റ് മതങ്ങളെ ശ്ലാഘിച്ചും ക്രിസ്തീയതയെ അങ്ങേറ്റം ഇകഴ്ത്തിയും അവതരിപ്പിക്കുകയാണ് ഈ ഭാരതീയ കുർബാന. അതിന്റെ അങ്ങനെ പാറക്കാട്ട് പിതാവ് ചെയ്തതിന്റെ ബാക്കി പത്രമാണ് ഇപ്പൊ എറണാകുളത്ത് നടക്കുന്നത്. ഇപ്പോൾ എറണാകുളത്തെ അച്ഛന്മാരെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ല. വർഷങ്ങളായി അവർ പഠിച്ചു വെച്ചിരിക്കുന്ന മുഴുവൻ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളാണ്. അതുകൊണ്ടാണ് കാനൻ നിയമം കടലിലേക്ക് എറിയുന്നതും പിന്നെ ഈ ജനാഭിമുഖമായിട്ട് നിലത്തിരുന്ന് അങ്ങനെയൊക്കെ എങ്ങനെ വേണമെങ്കിലും ആകാം എന്നൊക്കെ ചിന്തിക്കുന്നതിന് കാരണം ഈ കുർബാന എന്ന നിധിയെ ഈ പന്നികളുടെ മുമ്പിൽ ഇട്ടുകൊടുത്ത പോലെ ഒരു അവസ്ഥയുണ്ടായത്. മിനിമാസ് തൊട്ടൊരു ഒരു ടെക്സ്റ്റ് ഉണ്ടായി. പിന്നെ മിനിമാസ്, ഭാരതീയ കുർബാന, ഇങ്ങനെ എല്ലാം സാംസ്കാരിക അനുരൂപണത്തിന്റെ പേരില് എന്താണ് സംഭവിച്ചത്? യോഗ്യതയുള്ള സഭാധികാരി അല്ലായിരുന്നു ഈ പാറക്കാട്ടിൽ പിതാവ്. ലിറ്റർജി സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതമല്ല ഞാൻ പറയുന്നത്. ലിറ്റർജി സംബന്ധിച്ച് യോഗ്യതയുള്ള സഭാധികാരി ആയിരുന്നില്ല പാറക്കാട്ടിൽ പിതാവ്. ഇപ്പോഴുള്ള പല മെത്രാന്മാരുമല്ല. സുറിയാനി ഭാഷയോ സുറിയാനി സംസ്കാരമോ സുറിയാനി ദൈവശാസ്ത്രം അറിയാത്തവരാണ് നമ്മുടെ മെത്രാന്മാർ വലിയ ശതമാനവും. അതുകൊണ്ട് തന്നെ സുറിയാനി സഭയുടെ മെത്രാന്മാരെന്ന് പറയാൻ പറ്റില്ല അവരെ. അവര് യോഗ്യതയുള്ള, ലിറ്റർജി സംബന്ധിച്ച് സീറോ മലബാർ സഭയെ സംബന്ധിച്ച് യോഗ്യതയുള്ള മെത്രാന്മാരല്ല. യോഗ്യതയുള്ള സഭാധികാരികൾ അല്ലാത്തത് കൊണ്ടാണ് അല്ലേ ഈ പ്രശ്നമുണ്ടായത്. യോഗ്യതയുള്ള സഭാധികാരികളെ ശ്രദ്ധാപൂർവകമായ പരിശോധന കൂടാതെ നടപ്പാക്കുന്ന പരീക്ഷണങ്ങളുടെയും അനുഷ്ഠാനങ്ങളെയും രൂപങ്ങൾ കൊണ്ട് ക്ഷയിപ്പിക്കുകയോ അപകടത്തിലാക്കുകയോ ചെയ്തു. അങ്ങനെ പാടില്ലാത്തതാണ്. കാരണം അത്രമാത്രം സുപ്രധാനവും അമൂല്യവുമാണ് ഈ നിധി, കുർബാന എന്ന നിധി. കൂടാതെ അപ്രകാരമുള്ള പരിശോധന പരിചിത സിംഹാസനത്തോട് ഉറ്റബന്ധം പുലർത്തിക്കൊണ്ട് വേണം നടത്താൻ. ഇത് പാമ്പളാനി പിതാവിനും തട്ടിൽ പിതാവിനും ചേരും. എന്തെങ്കിലും പരിചിത സിംഹാസനത്തോട് ചോദിക്കാതെ സിറിൽ പിതാവിനോട് ചോദിച്ചിട്ടുണ്ട്, പൗരത്വ തിരുസംഘത്തിൽ ചോദിച്ചിട്ട് മാത്രം പോരാ. മാർപ്പാപ്പ 4 പ്രാവശ്യം പറഞ്ഞതാണ് ഏകീകൃത കുർബാന എറണാകുളത്ത് നടപ്പാക്കണം. ഘട്ടം ഘട്ടമായി നടപ്പാക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഘട്ടം ഘട്ടമായിട്ട് നടപ്പാക്കുന്ന സ്ഥലത്ത് തന്നെ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ പറയും ഒരു കുർബാന കൊടുത്തിട്ടില്ലേ, ഉച്ച കഴിഞ്ഞ് 3:30 ചൊല്ലാനായിട്ട് പറഞ്ഞിട്ടില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഞങ്ങള് പടവെട്ടി കിട്ടിയതാണ്. എന്നിട്ടും ഞങ്ങൾ അതിലേക്ക് എത്തിയത് ഞങ്ങൾ സമരം ചെയ്തത് കൊണ്ടാണ്. എന്നിട്ടും എത്ര പള്ളികൾ ചൊല്ലുന്നുണ്ട് നിങ്ങൾ കണക്കെടുത്തിട്ടുണ്ടോ? അപ്പോൾ പറയും അടുത്ത ഘട്ടത്തിൽ ചൊല്ലും. ഈ മനുഷ്യരുടെ, ഈ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ മനുഷ്യരുടെ വേദന അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആ ഹൃദയം നെറ്റിൽ മനസ്സിലാകുന്നുണ്ടോ? ഈ ഏതാനും അൽമായ മുന്നേറ്റക്കാരുടെയും വിമത വൈദ്യരുടെ വേദന മാത്രം മനസ്സിലാക്കിയാൽ മതിയോ? ഈ നല്ല മനുഷ്യരെ സമരത്തിന് ഇറങ്ങാത്തത് കൊണ്ടല്ലേ നിങ്ങൾ അത് തോന്നി പോലെ ചെയ്തു കൊടുക്കുന്നത്? നല്ല മനുഷ്യരെ വിവേചിച്ചറിയാനുള്ള ബുദ്ധിബോധമൊന്നും കിട്ടിയിട്ടില്ല. സമരം ചെയ്യുന്നവരും കുർബാന മാപ്പാപ്പി അനുസരിക്കാത്തവരുമാണ് നല്ലവരെന്ന് നിങ്ങൾ കരുതണേ. സമരത്തിന് ഈ സഭയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ സമരത്തിന് വരുന്നില്ല, ആളുകളില്ലെന്ന് പറഞ്ഞിട്ട് അവരവഗണിക്കുക. ഏത് ദൈവശാസ്ത്രമാണിത്? ഇതിനെയാണോ ഈ പുതിയ അക്വീനാസ് വന്നിട്ടുണ്ടെന്ന് കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞത്? നമ്മൾ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായി പഠിപ്പിച്ചിരിക്കുന്നതാണ് അച്ഛന്മാരുടെ മെത്രാന്മാരൊന്നും സമരത്തിന് പോകരുത്. അങ്ങനെയാണ് നമ്മുടെ സഭയിൽ അച്ചടക്കമുണ്ടായത്. അത് ജനങ്ങൾ സ്വീകരിച്ച ഒരു വലിയ തത്വശാസ്ത്രം കൂടിയാണത്. അതുകൊണ്ട് അവർക്ക് അച്ഛന്മാരുടെ മെത്രാന്മാരുടെ ഒക്കെ ഇപ്പോഴും ആ ബഹുമാനമുള്ളതുകൊണ്ട് സമരത്തിന് പോകുന്നില്ല.
ഇത് രണ്ടുമില്ലാത്ത വിമത വൈദികരും അൽമായ മുന്നിട്ടേക്കാൻ സമരത്തിന് പോകുന്നു. എന്നാലും മെത്രാന്മാർ അവരുടെ കൂടെ. ഇപ്പൊ മാർപ്പാപ്പയുടെ കൂടെയുള്ളവരൊക്കെ വിമതരായി. മാർപ്പാപ്പയ്ക്ക് എതിരുള്ളവര് മെത്രാൻ സിനഡിന്റെ കൂട്ടുകാരായി. കുറച്ച് നാളുകളായി തുടങ്ങിയിട്ട്, കഴിഞ്ഞ 5-6 മാസമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. മാർപ്പാപ്പയുടെ കൂടെയുള്ളവര്, ഞാൻ മെത്രാൻ സിനഡിന്റെ കൂടെയുള്ളവരെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മെത്രാൻ സിനഡ് ആരുടെ കൂടെയാണെന്ന് കൃത്യമാക്കിയിട്ടില്ല. ഈ സിനഡ് കഴിഞ്ഞിട്ട് വാക്ക് മാറ്റണമെങ്കിൽ ഞാൻ മാറ്റി പറയാം. ഈ മെത്രാൻ സിനഡിൽ തീരുമാനിക്കട്ടെ അവർ മാർപ്പാപ്പയുടെ കൂടെയാണോ അല്ലയോ എന്ന്. ഞങ്ങൾ സൂയിയൂരി സഭയായതുകൊണ്ട് വത്തിക്കാൻ ഇടപെടില്ല, നടപടിയെടുക്കില്ല എന്ന അഹങ്കാരം ചിലപ്പോൾ അവർക്ക് കാണാം. ദൈവത്തെയാണ് അവർ പരീക്ഷിക്കുന്നത്. വത്തിക്കാൻ നടപടി എടുക്കില്ല എന്നുള്ളതല്ലോ. ദൈവത്തിന്റെ ഒരു അന്തിമ കോടതിയുണ്ട്. ഈ വത്തിക്കാനും കഴിഞ്ഞിട്ടൊരു കോടതിയുണ്ട് ക്രിസ്ത്യാനികൾക്ക്. കർത്താവിന്റെ ഒരു അന്തിമ കോടതിയുണ്ട്. ആ കോടതിയെ പറ്റിക്കാൻ കഴിയില്ലല്ലോ. ഞങ്ങളതിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് യോഗ്യതല മെത്രന്മാരുണ്ടോ ഇല്ലയോ എന്ന് ഈ സിനഡില് തീരുമാനിക്കട്ടെ. അതായത് പരിശുദ്ധ സിംഹാസനത്തോട് ഉറ്റ ബന്ധം പുലർത്തിക്കൊണ്ട് മാത്രമേ എന്തെങ്കിലും പരിപാടി ഈ കുർബാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളതാണ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. ദിവ്യകാരുണ്യ രഹസ്യത്തിന്റെ കേന്ദ്രീയത അത് ആവശ്യപ്പെടുന്നു. പരിശുദ്ധ സിംഹാസനത്തോട് മാർപ്പാപ്പയോട് ചേർന്ന് നിന്നേ ഈ കുർബാനയെ അത് നടപ്പാക്കാൻ കഴിയൂ. അതിനെതിരായിട്ട് നടപ്പാക്കുന്നത് ഈ കുർബാന ദിവ്യകാരുണ്യ രഹസ്യത്തിന്റെ കേന്ദ്രീയതയെ നശിപ്പിക്കും. ഏഷ്യയിലെ സഭ എന്ന സിനഡാനന്തര അപ്പസ്തോലിക ആഹ്വാനത്തിൽ ഞാൻ എഴുതിയതുപോലെ അത്തരം ഒരു സഹകരണം സത്താപരമാണ്, സബ്സ്റ്റാൻഷ്യൽ. നെഗോഷിയേറ്റ് ചെയ്ത് ചർച്ച ചെയ്ത് മാറ്റിക്കളയാവുന്നതല്ല. കാരണം വിശുദ്ധ ലിറ്റർജി എല്ലാവരും ഏറ്റുപറയുന്ന ഏക വിശ്വാസത്തെയാണ് പ്രകടിപ്പിക്കുന്നതും ആഘോഷിക്കുന്നതും. അത് മുഴുവൻ സഭയുടെയും പൈതൃകമാകയാൽ സീറോ മലബാർ സഭയുടെ മാത്രം പൈതൃകമല്ല, മുഴുവൻ സഭയുടെയും പൈതൃകമാകയാൽ സാർവത്രിക സഭയിൽ ഒറ്റപ്പെട്ട് നിന്നുകൊണ്ട് പ്രാദേശിക സഭകൾ അതിനെക്കുറിച്ച് തീരുമാനിക്കാൻ പാടില്ല. സീറോ മലബാർ സഭയുടെ കുർബാനയാണെങ്കിലും അത് സാർവത്രിക സഭയുടെ മുഴുവൻ പൈതൃകമായതിനാൽ സാർവത്രിക സഭയിൽ നിന്ന് ഒറ്റപ്പെട്ട് നിന്നുകൊണ്ട് പ്രാദേശിക സഭകൾ അതിനെക്കുറിച്ച് തീരുമാനം എടുക്കാൻ പാടില്ല. അങ്ങനെ തീരുമാനം എടുത്തു എന്നവരാണ് തട്ടിൽ പിതാവിനെയും പാമ്പളാനി പിതാവിനെയും തെറ്റിയിരിക്കുന്നത്. അത് ഈ സിനഡ് ചൂണ്ടിക്കാണിച്ചാൽ കൊള്ളാം, അത് തിരുത്തിയാൽ കൊള്ളാം. ഇതെല്ലാം 52ാമത്തെ പാരഗ്രാഫ്. ഇതെല്ലാം കുർബാനയുടെ ആഘോഷത്തെ സംബന്ധിച്ച് വൈദികർക്ക് സവിശേഷമുള്ള വലിയ ഉത്തരവാദിത്വം വ്യക്തമാക്കുന്നു. ക്രിസ്തുവിന്റെ സ്ഥാനത്ത് കുർബാനയിൽ അധ്യക്ഷനായിരിക്കുന്നത് വൈദികന്റെ കടമയാണ്. ക്രിസ്തുവിന്റെ സ്ഥാനത്ത് കുർബാനയിൽ അധ്യക്ഷനായിരിക്കുന്നത് വൈദികരുടെ കടമയാണ്. കൂട്ടായ്മയ്ക്ക് സാക്ഷ്യം നൽകുകയും അതിനാണ് മാർപ്പാപ്പയുടെ പേരും പിന്നെ സഭാധ്യക്ഷന്റെ പേരും മേലധ്യക്ഷന്റെ പേരൊക്കെ പറയണമെന്ന് പറയുന്നത്. കാരണം ആ സഭയിലാണ് ഇത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആ കൂട്ടായ്മയിലെ കുർബാനയാകൂ. കൂട്ടായ്മയ്ക്ക് സാക്ഷ്യം നൽകുകയും അതിന് സേവനമനുഷ്ഠിക്കുകയും ചെയ്യുകയെന്നതും വൈദികരുടെ കടമയാണ്. നേരിട്ട് ആഘോഷത്തിൽ പങ്കുചേരുന്ന സമൂഹത്തിന് മാത്രമല്ല, ഓരോ കുർബാനയും ഭാഗമായിരിക്കുന്ന സാർവത്രിക സഭയ്ക്കും അങ്ങനെ ചെയ്യണം. പ്രത്യേകിച്ച് സുഗനോദോസിന് ശേഷം സംഭവിച്ച ആരാധനക്രമ പരിഷ്കരണത്തെ തുടർന്നുണ്ടായ വർഷങ്ങളിൽ സർഗാത്മകതയുടെയും അനുരൂപണത്തിന്റെയും വ്യതിചലിപ്പിക്കപ്പെട്ട ഒരു ബോധത്തിന്റെ ഫലമായി പല ദുരുപയോഗങ്ങളും ഉണ്ടായി എന്നത് അപലപനീയമാണ്. രണ്ടാമത്തെ സുഗനോദോസിന് ശേഷം സംഭവിച്ച ആരാധനക്രമ പരിഷ്കരണത്തെ തുടർന്നുണ്ടായ വർഷങ്ങളിൽ സർഗാത്മകതയുടെയും അനുരൂപണത്തിന്റെയും വ്യതിചലിപ്പിക്കപ്പെട്ട ഒരു ബോധത്തിന്റെ ഫലമായി പല ദുരുപയോഗങ്ങളും ഉണ്ടായി. എറണാകുളം അങ്കമാലി അതിരൂപതയിലും അതുപോലെ സീറോ മലബാർ സഭയിലെ പല രൂപതകളിലും മൊത്തത്തിൽ തന്നെ ഉണ്ടായി. അതായത് ദുരുപയോഗങ്ങൾ. അത് തിരുത്താനാണ് ഏകീകൃത കുർബാന എന്ന കുർബാന വന്നിരിക്കുന്നത്. അവ അനേകർക്ക് സഹനത്തിന് ഉറവിടമായിരുന്നു. അമിത ആചാരപരതയോടുള്ള പ്രതികരണം ചിലരെ, പ്രത്യേകിച്ച് ചില പ്രദേശങ്ങളിലുള്ളവരെ, സഭയുടെ മഹത്തായ ആരാധനക്രമ പാരമ്പര്യവും അവളുടെ പ്രബോധനാധികാരവും തെരഞ്ഞെടുത്ത ആചാരങ്ങൾ കടപ്പെടുത്തുന്നവയല്ലെന്ന ചിന്തയിലേക്ക് നയിച്ചു. അതായത് ആചാരങ്ങളെ വേണ്ട എന്ന ചിന്തയിലേക്ക് നയിച്ചു. വളരെ പ്രധാനപ്പെട്ട ആചാരങ്ങളെയും വേണ്ടെന്ന് വെച്ചു. അനധികൃതമായ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്താനും ആ ചിന്ത അവരെ പ്രേരിപ്പിച്ചു. ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമല്ല, പല രൂപതകളുണ്ടായി. അത് തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് മെത്രാന്മാര്. ആ പരിഷ്കാരങ്ങളാകട്ടെ പലപ്പോഴും തികച്ചും അനുചിതങ്ങളാണ്. അതുകൊണ്ട് കുർബാനയാഘോഷത്തെ സംബന്ധിച്ചുള്ള ആരാധനക്രമപരമായ നിയമങ്ങൾ വിശ്വസ്തതാപൂർവ്വം പാലിക്കണമെന്ന് നിർബന്ധപൂർവം ആഹ്വാനം ചെയ്യുക എന്റെ കടമയാണ്. കുർബാനയാഘോഷത്തെ സംബന്ധിച്ചുള്ള ആരാധനക്രമപരമായ നിയമങ്ങൾ
വിശ്വസ്തതാപൂർവ്വം പാലിക്കണമെന്ന് നിർബന്ധപൂർവ്വം ആഹ്വാനം ചെയ്യുക എന്റെ കടമയാണ്. ആ നിയമങ്ങൾ കുർബാനയുടെ യഥാർത്ഥ സഭാത്മക സ്വഭാവത്തിന്റെ വസ്തുനിഷ്ഠമായ പ്രകാശനമാണ്. ഇതാണ് അവയുടെ ഏറ്റവും അഗാധമായ അർത്ഥം. ലിറ്റർജി ഒരിക്കലും ആരുടെയും സ്വകാര്യ സ്വത്തല്ല. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ആഘോഷിക്കുന്ന കാർമ്മികന്റെയോ രഹസ്യങ്ങൾ ആഘോഷിക്കപ്പെടുന്ന സമൂഹത്തിന്റെയോ സ്വത്തല്ല വിശുദ്ധ കുർബാന. ഇങ്ങനെ പറഞ്ഞു പോകുകയാണ്. എന്നിട്ട് കൊറിന്തോസ് സഭയിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ മാർപ്പാപ്പ സൂചിപ്പിക്കുന്നുണ്ട്. യോഗ്യതയുള്ള മെത്രാമാർക്കേ ലിറ്റർജി വഴങ്ങൂ. യോഗ്യതയുള്ള മെത്രാമാർ ഇല്ലാതെ വന്നാൽ ലിറ്റർജിയിൽ ഇങ്ങനെ ഏച്ചുകെട്ടലും വെട്ടിക്കുറയ്ക്കലും അങ്ങനെ ഒരുപാട് സംഗതികൾ സംഭവിക്കും. അങ്ങനെ ഒരുപാട് തെറ്റുകൾ വന്നു. രണ്ടാമത്തെ സൂനോദസിന് ശേഷം സൂനോദസിന്റെ പുസ്തകമൊന്നും വായിക്കാതെ മാധ്യമങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് ഇല്ലേ ഈ ജനാഭിമുഖ കുർബാന രണ്ടാമത്തെ സൂനോദസിന്റെ സംഭാവന എന്നും പറഞ്ഞ് മുണ്ടാടനെ ആ വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ലേ രണ്ടാമത്തെ സൂനോദസില്. ഈ രണ്ടാമത്തെ സൂനോദസ് നടത്തിയത് ബെനഡിക്ട് മാർപ്പാപ്പയാണ്. ജോണി ലൂത്തിമാമൻ വിളിച്ചുകൂട്ടി. പിന്നെ അദ്ദേഹം സൂനോദസിനിടയ്ക്ക് മരിച്ചു. പോളാറമ്മൻ അത് കണ്ടിന്യൂ ചെയ്തു. എങ്കിലും അത് റൺ ചെയ്തത്, ആ സൂനോദസ് റൺ ചെയ്തത് ജോസഫ് റാറ്റ്സിംഗറാണ്. അദ്ദേഹം അതേക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്പിരിറ്റ് ഓഫ് ദ ലിറ്ററേച്ചർ പുസ്തകം മലയാളത്തിലുണ്ട്, അതിനകത്തും എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ചുരുക്കത്തില് ഈ സൂനോദോസിൽ ഇല്ലാത്ത കാര്യങ്ങൾ സൂനോദോസിൽ ഉണ്ടെന്നും പറഞ്ഞിട്ട് അവതരിപ്പിച്ച് ദുരുപയോഗങ്ങൾ വന്നു. അത് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പൊ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടതെന്താണ്, നടത്താൻ വേണ്ടതെന്താണ്? ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞതുപോലെ, ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ, ബെനഡിക്ട് മാർ പറഞ്ഞതുപോലെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള മെത്രാന്മാർ വേണം. യോഗ്യതയുള്ള മെത്രാന്മാർ. ഇതാണ് മാർപ്പാപ്പ ഉപയോഗിച്ച വാക്ക്, യോഗ്യതയുള്ള മെത്രാന്മാർ. യോഗ്യതയുള്ള മെത്രാന്മാർ ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് ഈ സിനഡ് കഴിയുമ്പോൾ അറിയാം. അവരെന്തുമാത്രം മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളോട്, ചാക്രിക ലേഖനങ്ങളോട് വിശ്വസ്തത പുലർത്തുന്നുണ്ടെന്ന് അപ്പോൾ അറിയാം. ഈ ചാക്രിക ലേഖനം വായിച്ചിട്ടുണ്ടോ, അവർക്ക് വായിക്കാൻ നേരമുണ്ടോ, വായിച്ചിട്ട് അത് മനസ്സിലാകുന്നുണ്ടോ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ, അതിനെന്ത് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ മെത്രാന്മാർ തീരുമാനിക്കട്ടെ. അവർക്ക് എന്തുകൊണ്ടാണ് സമയം കിട്ടാത്തത്? അനാവശ്യ കാര്യങ്ങളിലാണ് കൂടുതലും ശ്രദ്ധ. ആ അനാവശ്യ കാര്യം ശ്രദ്ധയൊക്കെ മാറ്റിയിട്ട് കുറച്ചുനേരം പഠിക്കാനും പ്രാർത്ഥിക്കാനും ഇതുപോലെ ഗൗരവമായ കാര്യം ചർച്ച ചെയ്യാനും എടുത്താൽ, ഈ കുറെ വെഞ്ചിരിപ്പുകളും ഉദ്ഘാടനങ്ങളും കുറച്ചാൽ അപ്പോൾ ആത്മീയ നേതാക്കന്മാരായിട്ട് മാറും. ഞാൻ അടച്ചാക്ഷേപിക്കല്ല. പക്ഷേ ഇതെല്ലാം വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ടതുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയിരിക്കുകയാണ് 2003. അപ്പൊ ഇതെല്ലാം അദ്ദേഹത്തിന് അനുഭവം ഉണ്ട്. 86 അദ്ദേഹം വന്ന് കുർബാന ചൊല്ലി, ദൈവോന്മുഖ കുർബാന കേരളത്തിൽ വന്ന് ചൊല്ലി. എന്നിട്ട് മാർപ്പാപ്പ വന്ന് ചൊല്ലിയിട്ട് ആ കുർബാന സ്വീകരിക്കാൻ നമ്മുടെ സഭ തയ്യാറായില്ല, മെത്രാന്മാര് തയ്യാറായില്ല, അതുകൊണ്ട് അച്ഛന്മാരും തയ്യാറായില്ല. ഇതിനൊക്കെ വലിയ സങ്കടം മാർപ്പാപ്പയ്ക്ക് വേറെയുണ്ടോ? എന്നിട്ട് 2000 ആണ്ട് വരുമ്പോൾ, മഹാജൂബിലി വരുമ്പോഴെങ്കിലും ഇത് നടപ്പാക്കാൻ കണക്കാക്കിയിട്ടാണ് 99 മെത്രാന്മാർ തീരുമാനിച്ചത്, ഏകീകൃത കുർബാന ചൊല്ലാൻ തീരുമാനിച്ചത്. അതിൽ ഒപ്പിട്ട മെത്രാന്മാർ തന്നെ അത് ലംഘിച്ചു. മാർപ്പാപ്പയുടെ ഹൃദയത്തിൽ ഇങ്ങനെ കത്തിയെടുത്ത് കുത്തിയത് പോലെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം 2003 ഈ ചാക്രിക ലേഖനം എഴുതിയത്. അദ്ദേഹത്തിന്റെ വേദന മുഴുവൻ അതിനകത്തുണ്ട്. അതൊരു ഔദ്യോഗിക പ്രബോധനമാണ് ചാക്രിക ലേഖനം. വത്തിക്കാൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നും ചാക്രിക ലേഖനമാണ്. അതിന് ഗൗരവത്തിൽ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് അയച്ചു തന്ന ഈ വളരെ കറക്റ്റ് സമയത്ത് ഇന്നാണ് എനിക്ക് അയച്ചു കിട്ടിയത്, ഇന്നലെ. അപ്പോൾ ആ സുഹൃത്തിനോട്, എനിക്കറിയാത്ത സുഹൃത്തിനോട് നന്ദി ഞാൻ പറയുന്നു. കർത്താവിന്റെ കൃപ അദ്ദേഹത്തിനും എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഉദയംപേരൂർ പള്ളി വെടക്കാക്കി തനിക്കാക്കുന്ന നവ പാമ്പിസം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായം 1 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെയാണ്. ദൈവമായി യാഹ്വേ സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. ആ പാമ്പ് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിൽ ഒരു വൃക്ഷത്തിനെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവത്തിൽ കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ പഴം ഭക്ഷിക്കരുത്, തൊടുക പോലും അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, ഇല്ല, നിങ്ങൾ മരിക്കുകയില്ല, നിശ്ചയം. അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മത്തെ നിങ്ങൾ അറിയുന്നവരായി നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിന് അറിയാം. ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും ജ്ഞാനം പ്രാപിക്കാൻ അഭികാമമാണെന്ന് കണ്ട് സ്ത്രീ അത് പറിച്ചു തിന്നു. കൂടെയുണ്ടായിരുന്ന ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു. അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി ധരിച്ചു.
എന്തിനാ ഈ തിരുവചനം അച്ഛൻ വായിച്ചത്? ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന തിരുവചനമല്ലേ? ഞാൻ ഈ തിരുവചനം വായിക്കാനായിട്ട് കാരണം, ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഓഗസ്റ്റ് 20 തീയതി 2025 ഓഗസ്റ്റ് 20 പുതിയ കൂരി, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുതിയ കൂരി ഇറക്കിയിരിക്കുന്ന ഒരു അറിയിപ്പ് കണ്ടിട്ടാണ്. ഉദയംപേരൂർ വിശുദ്ധ ഗർവാസിസ് ആൻഡ് പ്രോത്താസിസ് പള്ളിയുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛന് ആ ഇടവകയിൽ വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രത്യേക അജപാലന സാഹചര്യം സാധാരണഗതിയിലാക്കുന്നതിനായി അതിരൂപതയിൽ നിന്നും നിയമിച്ച അനുരഞ്ജന സമിതി പരിശ്രമിച്ചു വരികയാണല്ലോ. ഇരു കൂട്ടരുമായും പലതവണ ചർച്ചകൾ കഴിഞ്ഞെങ്കിലും ഒരു ധാരണയിൽ എത്തിച്ചേരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് സാധ്യമാകുന്നത് വരെ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല. എങ്കിലും വിശുദ്ധ കുർബാന ഒഴികെയുള്ള മറ്റ് തിരുക്കർമ്മങ്ങളെല്ലാം നടത്തുന്നതിന് തടസ്സമില്ലെന്ന് ഇരു കൂട്ടരും സമ്മതിച്ചിട്ടുള്ളതായിട്ടാണ് കമ്മിറ്റി നൽകിയ ഇടക്കാല റിപ്പോർട്ടിൽ അതിരൂപത കച്ചേരിയെ അറിയിച്ചിട്ടുള്ളത്. അതിനാൽ വിശുദ്ധ കുർബാന ഒഴികെയുള്ള മറ്റ് തിരുക്കർമ്മങ്ങൾ, മാമോദിസ, മനസ്സമ്മതം, വിവാഹം, മതസംസ്കാരം ദേവാലയത്തിൽ നടത്തുന്നതിന് തടസ്സമില്ലെന്ന കാര്യവും ഞായറാഴ്ചയിൽ കുട്ടികൾക്ക് വേണ്ടി അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന ഒഴിവാക്കി വിശ്വാസ പരിശീലന ക്ലാസുകൾ നടത്തുന്നതിന് തടസ്സമില്ലെന്ന കാര്യവും ഇതിനാൽ അറിയിക്കുന്നു. ഫാദർ ജോസ് പുതിയർത്ത് സിഞ്ചലസ്, ഫാദർ ആന്റണി വാഴക്കാല ചാൻസലർ. ദൈവമായ യാഗം സൃഷ്ടിച്ച എല്ലാ വന്യജീവികളെ കൗശലമേറിയതായിരുന്നു പാമ്പ്. പാമ്പ് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിൽ ഒരു വൃക്ഷത്തിനെയും ഫലം നിങ്ങൾക്ക് തിന്നരുതെന്ന് ദൈവവാസത്തിൽ കൽപ്പിച്ചിട്ടുണ്ടോ? എറണാകുളം അങ്കമാലി അതിരൂപതയില് ജനാഭിമുഖ കുർബാന ചൊല്ലാൻ പാടില്ലാത്ത ഏതെങ്കിലും പള്ളികളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, എല്ലാ പള്ളികളിലും ജനാഭിമുഖ കുർബാനയുണ്ട്, എന്നാൽ ചില പള്ളികളിലില്ല. ആ പള്ളികളിലും ജനാഭിമുഖ കുർബാന വേണമെന്നാണ് പാമ്പിന്റെ ആഗ്രഹം. അതുകൊണ്ട് പാമ്പ് പറഞ്ഞു, അവിടെയും ജനാഭിമുഖ കുർബാന ചൊല്ലാം, അവിടെയും ചൊല്ലാം, ജനാഭിമുഖ കുർബാന ചൊല്ലാം. മാർപ്പാപ്പ ചൊല്ലരുന്ന് പറഞ്ഞൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. അവിടെയും ചൊല്ലിയാല് അവിടെ ചൊല്ലുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മത്യങ്ങൾ അറിയുന്നവരായി നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും മാർപ്പാപ്പയ്ക്ക് അറിയാവുന്നത് കൊണ്ടാണ് മാർപ്പാപ്പ ജനാഭിമുഖ കുർബാന ചൊല്ലരുതെന്ന് പറഞ്ഞത്. ഈ ജനാഭിമുഖം എന്ന് പറയുന്ന വിലക്കപ്പെട്ട കനി ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും ജ്ഞാനം പ്രാപിക്കാൻ അഭികാമവും ആണെന്ന് കണ്ട് ചില സ്ത്രീകള് ഉദയംപേരൂർ പള്ളിയുടെ മധുബകയിൽ കയറി അത് പറിച്ചു തിന്നു. ജനാഭിമുഖ കുർബാന എന്ന വിലക്കപ്പെട്ട പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും ജ്ഞാനം പ്രാപിക്കാൻ അഭികാമ്യമാണെന്ന് കണ്ട് ചില സ്ത്രീകള് ഉദയംപേരൂർ പള്ളിയിലെ പരിശുദ്ധമായ മധുബകയിൽ കയറി അത് പറിച്ചു തിന്നു. കൂടെ ഉണ്ടായിരുന്ന കെട്ടിയന്മാർക്കും കൊടുത്തു, അവരും തിന്നു. ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു. അവരെന്താ കണ്ടത്? അവർ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ഒരു അൽമായ സെനഡ് വിളിച്ചുകൂട്ടി അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചുണ്ടാക്കി ധരിച്ച് നടക്കുകയാണ്. ഈ ഉദയംപേരൂർ പള്ളിയില് ഒരു കുഴപ്പമില്ലാതെ എല്ലാ കുർബാനയും ഏകീകൃത കുർബാന നടക്കുകയായിരുന്നു. അപ്പൊ കൗശലമേറി പാമ്പ് എന്ത് ചെയ്തു? ചില ആളുകൾ അങ്ങ് പറഞ്ഞു വിട്ടു, കൂരിയ വഴി ചില ആളുകൾ പറഞ്ഞു വിട്ടു, നിങ്ങൾ അവിടെ പോയി പ്രശ്നമുണ്ടാക്കൂ. പ്രശ്നമില്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഇടപെടാൻ പറ്റും? എല്ലാ കുർബാനയും ഏകീകൃത കുർബാന പ്രശ്നമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എനിക്ക് എങ്ങനെ ഇടപെടാൻ പറ്റും? നിങ്ങൾക്ക് വിലക്കപ്പെട്ട കനി കഴിക്കണമെങ്കിൽ ആദ്യം പ്രശ്നമുണ്ടാക്കണം. പ്രശ്നമുണ്ടാക്കാൻ പാമ്പ് എന്താണ് സ്ത്രീയോട് ചോദിച്ചത്? തോട്ടത്തിൽ ഒരു വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവത്തിൽ കൽപ്പിച്ചിട്ടുണ്ടോ? ഒരു വൃക്ഷത്തിനെയും പഴം തിന്നരുതെന്ന് പറഞ്ഞാൽ ദൈവം വലിയ അനീതിയല്ലേ ചെയ്യുക? പിന്നെന്തിനാണ് വൃക്ഷങ്ങൾ മുഴുവൻ? അപ്പൊ സ്ത്രീ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടില്ല. എല്ലാ വൃക്ഷത്തിന്റെയും കഴിക്കാൻ പറ്റും, ഒന്നിന്റെ ഒഴികെ. എല്ലാവരുടെയും ജനാഭിമുഖമുണ്ട്, ചില സ്ഥലത്ത് ഒഴികെ. അപ്പോ അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുക. എവിടെയാണോ പ്രശ്നമില്ലാത്ത അവിടെ പോയി പ്രശ്നമുണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ എന്റെ കൂരിയ അംഗങ്ങൾ അങ്ങോട്ട് വിടും. എന്നിട്ട് അനുരഞ്ജന കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് വിഭാഗീയത ഉണ്ടാക്കുന്ന ഒരു കമ്മീഷന് വിടും. ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനമെടുക്കും. ഇരു കൂട്ടരെന്ന് പറഞ്ഞ പ്രശ്നമുണ്ടാക്കാൻ ചെന്നവര് അവിടെ പ്രശ്നമില്ലാതെ കുർബാന സംബന്ധിച്ച ആളുകളാണ്. അവരെ വിളിച്ചിട്ട് ആകെ പ്രശ്നമാണെന്ന് പറഞ്ഞ് പള്ളി പൂട്ടിയിട്ട് എന്നിട്ട് പിന്നെ ചർച്ചകൾ വെച്ചിട്ട് കുർബാന ഒഴികെ മറ്റെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരും. ഇപ്പൊ കുർബാനയാണ് വിലക്കപ്പെട്ട കനി. ഉദയംപേരൂർ പള്ളിയില് മര്യാദയ്ക്ക് കുർബാന ഏകീകൃത കുർബാന ചൊല്ലിക്കൊണ്ട സ്ഥലത്ത് പാമ്പ് എന്ന കൗശലം
പുതിയ കൂലിയായിലൂടെ ആളുകളെ വിട്ട്, ചില പിഴച്ച പെണ്ണുങ്ങളെ വിട്ട് പ്രശ്നമുണ്ടാക്കി, അങ്ങനെ പ്രശ്നത്തിൽ ഇടപെട്ട് അവിടെ വിലക്കപ്പെട്ട ജനാഭിമുഖ കുർബാന ഏർപ്പാടാക്കി. വെടക്കാക്കി തനിക്കാക്കെന്ന് പറയില്ലേ? ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് മെത്രാന്മാർ വിചാരിച്ചിരിക്കുകയാണ്. ഈ മെത്രാൻ സെന്ററിൽ അങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. എല്ലാവരും സമാധാനമായി. ഓട് സമയത്ത് കുർബാന വെച്ചിട്ട് ആളുകൾ ഒരു പ്രശ്നമില്ലാതെ വന്ന് പങ്കെടുത്ത് പോകുന്നു. അവർക്ക് കുർബാനയുടെ സ്നേഹം കൊണ്ടാണെന്നോ അവർ പടവെട്ടി നേടിയതാണെന്നോ ഒന്നും ഇപ്പോ രംഗത്ത് വരില്ല. എല്ലാം ചെയ്തത് പാമ്പ് എന്ന കൗശലമാണ് എല്ലാം ചെയ്തത്. സമാധാനം കൊണ്ടുവന്നു. പിശാച് സമാധാനം കൊണ്ടുവന്നു. ഏതൊരു സിനിമയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചെകുത്താൻ ചിരിച്ചാലും കരഞ്ഞാലും പേടിക്കണം. ഇപ്പൊ സമാധാനം കൊണ്ടുവന്നു എന്ന് ചെകുത്താനാണ് പറയുന്നത്. ചെകുത്താന്റെ സമാധാനമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് തിരിച്ചറിയാൻ മെത്രാന്മാർക്ക് കഴിയാത്തതാണ് നമ്മുടെ പരാജയം. ഈ സിനഡിൽ അത് സംഭവിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയുന്നത്. തിരിച്ചറിവ് വരണം. ഇത് സിനഡ് നടക്കുന്ന സമയത്താണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. സിനഡ് നടക്കുന്ന സമയത്താണ് കൂരിയായുടെ ഇത് വന്നിരിക്കുന്നത്. അത് ദൈവം നിശ്ചയിച്ച ഒരു അടയാളമാണ് മെത്രാന്മാർക്ക്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഉദയംപേരൂർ പള്ളിയിൽ എന്താണ് സംഭവിച്ചതെന്ന് മെത്രാന്മാർ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് ദൈവം ഒരു അടയാളം ഇട്ട് തന്നിരിക്കുക. തിന്മയിലൂടെയും ദൈവം അടയാളം തരുമല്ലോ. ഈ ചെകുത്താനും കൊണ്ടുവന്ന സമാധാനം അത് പൊള്ളയായ സമാധാനമാണെന്നുള്ളതിന്റെ ഏറ്റവും ശക്തമായ ഉദാഹരണമാണ് ഉദയംപേരൂർ പള്ളി. ആ ഉദയംപേരൂർ പള്ളിയിലെ സംഭവം തന്നെ ഈ സിനഡ് നടക്കുന്ന സമയത്ത് ദൈവമായിട്ട് തന്നതാണ്. ഇത് മെത്രാന്മാർക്ക് കണ്ണു തുറക്കാൻ വേണ്ടിയിട്ടാണ്. ആ കണ്ണ് തുറക്കുന്നത് വിലക്കപ്പെട്ട കനി തിന്നിട്ടല്ല, ചെകുത്താൻ കൊണ്ടുവന്ന സമാധാനം വിഴുങ്ങിയിട്ടല്ല കണ്ണ് തുറക്കേണ്ടത്. അങ്ങനെ കണ്ണ് തുറന്നാൽ നിങ്ങൾ നഗ്നരാണെന്ന് തിരിച്ചറിയും. എത്ര അത്തിയിലകൾ കൂട്ടിത്തുന്നിയാലും നിങ്ങളുടെ നഗ്നത മറയ്ക്കാൻ കഴിയില്ല. മറിച്ച് ഉൾക്കാഴ്ച, പരിശുദ്ധാത്മാവിന്റെ കണ്ണ്, അത് നിങ്ങൾ കാണണം. ഘട്ടം ഘട്ടമായി ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ ഇപ്പോൾ ഏകീകൃത കുർബാന നടക്കുന്ന പള്ളികളെല്ലാം അടച്ചുപൂട്ടണം എന്ന് പറയുന്ന ആ നവ അക്വിനാസിന്റെ ചുമ്മാ തിയോളജിക്കുക അഥവാ പുതിയ പാമ്പിസം, അത് തിരിച്ചറിയണം. മെത്രാന്മാരെ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ മെത്രാന്മാർ മുഴുവൻ ഈ കെണിയിൽ വീണ് കിടക്കുന്നവരായിട്ട് മാറും. ഇത് ജനങ്ങളുടെ മുഴുവൻ വികാരമാണ്. ഇത് തിരിച്ചറിയാതെ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പോകും. ജനങ്ങൾ ഇത് മൈൻഡ് ചെയ്യണ്ട, ജനങ്ങളോടൊപ്പം നടക്കുന്നതല്ല ശരി എന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവജനത്തിന്റെ ഇടയന്മാരാകില്ല. ഞാൻ സങ്കടത്തും കൊണ്ട് പറയാണ്, അടച്ചാക്ഷേപിക്കുകയല്ല. ഈ സിനഡ് അത്രമാത്രം പ്രധാനപ്പെട്ടതായിട്ട് കരുതുന്നത് കൊണ്ടാണ്, ഒരു സാധാരണ സിനഡ് പോലെ തീരരുതെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിന്നെയും പറയുന്നത്. ഈ സൂനോദോസ് ഇതിന്റെ പുതിയ കൂരിയായുടെ അറിയിപ്പുണ്ടല്ലോ, അത് വായിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും അതിലുള്ള ചെകുത്താന്റെ സമാധാനവും ഒക്കെ തിരിച്ചറിയാനുള്ള മെത്രാന്മാര്, ബുദ്ധിയും ബോധമുള്ള മെത്രാന്മാര് സീറോ മലബാർ സഭയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഈ സിനഡ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ അറിയും. ഇതൊന്നും അറിയാത്ത വിദേശിയാണോ നീ എന്ന് ഈ എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചതുപോലെ ചില മെത്രാന്മാരോട് ചോദിക്കേണ്ടി വരും, ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാത്ത വിദേശിയാണോ നീ എന്ന്. ചില മെത്രാന്മാരോട് എറണാകുളത്തെ കാര്യങ്ങൾ അറിയാത്ത മെത്രാന്മാർ ചിലപ്പോൾ ഉണ്ടായേക്കാം. അവര് പഠിക്കേണ്ടതാണ്. ഓരോരുത്തരും തങ്ങളുടെ രൂപതയിൽ രാജാവായി വാഴുന്നെങ്കിൽ, അതിന് കോട്ടമൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് എറണാകുളത്തെ ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ തലയിലെടുത്ത് വെക്കുന്നേ എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടാകാം. അങ്ങനെയെങ്കിൽ അവർ സീറോ മലബാർ സഭ അംഗമായിട്ടില്ല, ഓരോ നാട്ടുരാജ്യങ്ങളുടെ രാജാവായിട്ട് വാഴുകയാണ്. സീറോ മലബാർ സഭ ഇനിയും സഭയായി മാറിയിട്ടില്ലെന്നർത്ഥം. അത് മാറാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇതൊരു നിങ്ങളുടെ പ്രശ്നമായിട്ട് നിങ്ങൾ കാണണം. ഈ 5.5 ലക്ഷം വരുന്ന ജനങ്ങളുടെ കഠിനമായ വേദനകള്, പീഡനങ്ങള്, വികാരിച്ചവരും അൽമായ മുന്നേറ്റക്കാരും അവരോട് കാണിക്കുന്ന കൊടും വഞ്ചനകള്, ചതികള്, അതിലൂടെ അവരനുഭവിക്കുന്ന വേദന, അത് തിരിച്ചറിയാൻ ഇടയന്മാർക്ക് കഴിയുന്നില്ലെങ്കിൽ എന്താണ് പറയുക? പിന്നെ തെക്കും വടക്കുമായി വിഭാഗിത നിലനിർത്തണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവയറിയാൻ നിങ്ങൾ മെനക്കെടില്ല. തെക്കും വടക്കുമായി ഇപ്പോഴും ഇല്ലേ വിഭാഗീയത നിലനിൽക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. സീറോ മലബാർ സഭയുടെ സമഗ്രമായ ഏകീകരണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, അതായത് എല്ലാ രൂപതകളും നാട്ടുരാജ്യങ്ങളായി നിൽക്കാതെ ഒരൊറ്റ സഭയായി മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ കുർബാനയുടെ ഏകീകരണം മാത്രം പോരാന്ന് തീരുമാനിക്കണം. അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്.
ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും 2022-ലും 2023-ലും ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. സമഗ്രമായ ഏകീകരണം നടക്കാൻ മൂന്ന് ചുവടുവെപ്പുകൾ, കൃത്യം മൂർത്തമായ കോൺക്രീറ്റായി മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട്. നിങ്ങൾക്കത് ബോധ്യം വരണമെന്നില്ല. ഒരു ഭ്രാന്തന്റെ സ്വപ്നമായിട്ട് അവശേഷിക്കുമായിരിക്കാം. ആകട്ടെ, ഞാൻ മരിച്ചാലെങ്കിലും ആരെങ്കിലും ഇത് എടുത്തുകൊണ്ടുവരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വത്തിക്കാനും അതിന്റെ കോപ്പി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്നെങ്കിലൊക്കെ അത് എവിടെങ്കിലൊക്കെ തെളിഞ്ഞു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ കുർബാന്റെ ഏകീകരണം എന്നല്ല കൈ തൊട്ടപ്പോൾ കൈ പൊള്ളിപ്പോയി, അതുകൊണ്ട് ഇനി ഒന്നിലും ഏകീകരണം വേണ്ട എന്നുള്ള മട്ടിലേക്കൊന്നും നിങ്ങൾ തീരുമാനിക്കില്ല എന്ന് പ്രത്യാശിക്കുന്നു. നിരപരാധികളായ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വിലാപങ്ങൾ ദൈവത്തിന് മുമ്പിൽ എത്തുമെന്ന് നിങ്ങൾ ഓർക്കണം. ദൈവം അതിന് പ്രതികരിക്കുമെന്നും നിങ്ങൾ ഓർക്കണം. ഈ ദൈവവിചാരം ഈ സെനഡിൽ മെത്രാന്മാരെല്ലാവരെയും നയിക്കട്ടെ, ശക്തമായി നയിക്കട്ടെ. ഈ ചെകുത്താന്റെ കെണികളില് അവൻ ചിരിച്ചാലും കരഞ്ഞാലും പേടിക്കണമെന്ന അത് പേടിക്കേണ്ടതുണ്ട്. ചെകുത്താന്റെ സമാധാനമല്ല, കർത്താവിന്റെ സമാധാനം. സത്യത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ, നീതി ഉള്ളപ്പോൾ, ഇടയന്മാർ അജഗണത്തിന്റെ ഒപ്പം നിൽക്കുന്ന അപ്പോഴുണ്ടാകുന്ന സമാധാനം, അതാണ് യഥാർത്ഥ സമാധാനം. അതുണ്ടാകാൻ നിങ്ങൾ മെത്രാന്മാർ പരിശ്രമിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.